ഹായ് എവരി വൺ, വെൽക്കം ടു സ്പീക്ക് ഹിന്ദി യൂട്യൂബ് ചാനൽ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡേ 1 മുതൽ 10 ഡേയ്സ് ഹിന്ദി ലേണിംഗ് സീരീസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഡേ 7 ഉള്ളത്. ഓരോ വീഡിയോയിലും 15 ന്യൂ ഹിന്ദി സെന്റൻസ് ആണ് പഠിപ്പിക്കുന്നത്. അത്രയും പ്രാക്ടിക്കൽ ആയ സെന്റൻസ് ആണ്. ഓരോ സെന്റൻസും പുതിയ വാക്കുകൾ ഉള്ളതുപോലെയാണ് ചെയ്തു വരുന്നത്. ഇതിൽ രണ്ട് തരത്തിലാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. ഒന്ന് നിങ്ങൾക്ക് ആരോട് സംസാരിക്കുകയാണെങ്കിലും ഇതിലുള്ള സെന്റൻസ് അങ്ങനെ പോയി സംസാരിക്കാം. രണ്ടാമത് സാധാരണ വാക്കുകൾ അല്ലാതെ മറ്റുള്ളവർക്ക് അറിയാത്തതുമായ മലയാളത്തിലുള്ള വാക്കുകൾ, ഈ വാക്ക് ഹിന്ദിയിൽ പറയാൻ കഴിയുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്ന വാക്കുകളുമാണ് നമ്മൾ 10 ഡേ സീരീസിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ ഇതുവരെയും ഡേ 1 മുതൽ ഡേ 6 വരെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് സെന്റൻസ്, എന്തോ കുഴപ്പമുണ്ട്. കുച്ച് ഗഡ്ബഡ് ഹെ. കുച്ച് ഗഡ്ബഡ് ഹെ. കുച്ച് എന്നാൽ എന്തോ, ഗഡ്ബഡ് ഹെ കുഴപ്പമുണ്ട്. സമയം കഴിഞ്ഞു പോയി. സമയ് ബീത് ഗയ. സമയ് ബീത് ഗയ. സമയം എന്നാൽ സമയം. ബീത് ഗയ എന്നതിന്റെ മീനിങ് ആണ് കഴിഞ്ഞുപോയി. സമയ് ബീത് ഗയ. മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മുമ്പും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പെഹലെ ഐസേ ഹുവാത്ത. പെഹലെ ഐസേ ഹുവാത്ത. പെഹലെ എന്ന് പറഞ്ഞാല് മുമ്പ്. മുമ്പ്. ഐസേ ഇങ്ങനെ. ഹുവ അതായത് സംഭവിക്കുക, ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഹുവാത്ത എന്ന് പറയുന്ന സമയത്ത് സംഭവിച്ചിട്ടുണ്ട്. പെഹലെ ഐസേ ഹുവാത്ത. ഇത് വളരെ അപകടകരമാണ്. യേ ബഹുത്ത് ഖത്തർനാക് ഹെ. യേ ബഹുത്ത് ഖത്തർനാക് ഹെ. യേ എന്നാല് ഇത്, ബഹുത്ത് വളരെ, ഖത്തർനാക് എന്ന് പറയുമ്പോഴാണ് അപകടകരം, അപകടകാരിയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അതാണ്. യേ ബഹുത്ത് ഖത്തർനാക് ഹെ. ചിരി നിർത്തു. ഹസ്ന ബന്ദ് കരോ. ഹസ്ന ബന്ദ് കരോ. ഹസ്ന എന്നാല് ചിരിക്കുക. ബന്ദ് കരോ എന്ന് പറഞ്ഞാല് നിർത്താൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ബന്ദ് കരോ. ഹസ്ന ബന്ദ് കരോ. അടുത്ത സെന്റൻസ്, അതുവരെ കാത്തിരിക്കോ. തബ് തക്ക് റുക്കോ. തബ് തക്ക് റുക്കോ. തബ് തക്ക് എന്ന് പറഞ്ഞാല് അതുവരെ. രുക്കോ എന്ന് പറഞ്ഞാല് കാത്തിരിക്കും. അടുത്തത്, അവന് അല്ലെങ്കിൽ അവൾക്ക് സംസാരിക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല. വോ ബോൽനെ കി ഹാലത് മേ നഹി ഹെ. വോ ബോൽനെ കി ഹാലത് മേ നഹി ഹെ. വോ എന്നാല് അവന് അല്ലെങ്കിൽ അവള്, ഈ രണ്ടിലും ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബോൽനേക്ക് സംസാരിക്കുന്നതിൽ. ഹാലത്ത് എന്ന് പറയുമ്പോൾ അവസ്ഥ. ഹാലത്ത് മേ അവസ്ഥയിൽ. നഹി ഹെ അല്ല. വോ ബോൽനേക്ക് ഹാലത്ത് മേ നഹി ഹെ. അടുത്തത്, വഴിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി വിളിക്കിട്ടോ നമ്മൾ പറയാറുണ്ടല്ലോ, ആ ഒരു സെന്റൻസിനെ നോക്കാം. രാസ്തേ മേ കുച്ച് ഊഞ്ചാ നീച്ച ഹോ ജായേ തോ കോൾ കരോ. രാസ്തേ മേ വഴിയിൽ, കുച്ച് എന്തെങ്കിലും, കുച്ച് ഊഞ്ച നീച്ച എന്ന് പറയുമ്പോൾ ഇവിടെ ശരിക്കുള്ള മീനിങ് ഊഞ്ച ഉയർന്നതും നീച്ച എന്ന് പറഞ്ഞാൽ താഴ്ന്നതും എന്ന മീനിങ് ആണ് ശരിക്ക്. പക്ഷെ നമ്മൾ ഇവിടെ ഇവര് സംസാര ഭാഷയിൽ ഹിന്ദിയിൽ പറയുന്ന ഒരു സെന്റൻസ് ആണ്. അതായത് പ്രശ്നത്തെ കുറിച്ചാണ് ഇവിടെ ഈ ഒരു സെന്റൻസ് പറയുന്നത് തന്നെ. രാസ്തമേ കുച്ച് ഊഞ്ച നീച്ച, അതായത് പ്രശ്നം. ഹോ ജായ് ഉണ്ടായാൽ, ഹോ ജായത്തോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കോൾ കരോ കോൾ ചെയ്യും. ഇനി ഊഞ്ച നീച്ച എന്നുള്ളിടത്ത് നമുക്ക് തക്ലീഫ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. തക്ലീഫ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലെ, പ്രശ്നമാണ്. അപ്പോൾ രാസ്തേമേ കുച്ച് തക്ലീഫ് ഹോ ജായത്തോ കോൾ കരോ ഇങ്ങനെയും പറയാം. അടുത്തത്, വേഗം പോകൂ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഗേറ്റ് അടച്ചു പൂട്ടും. ജൽദി ജാവോ വർന ഗേറ്റ് ബന്ദ് ഹോ ജായേഗ. ജൽദി ജാവോ അതായത് ജൽദി, വേഗം. ജാവോ പോകൂ. വർണ, ഈ വർണ എന്നുള്ളിടത്ത് നമുക്ക് ഇല്ലെങ്കിൽ, അതായത് നമുക്ക് ഹിന്ദിയിൽ മറ്റൊരു ഇതായിട്ട് ഉപയോഗിക്കാം, നെഹീത്തോ. വർണ എന്നുള്ളിടത്ത് നെഹീത്തോ എന്നും ഉപയോഗിക്കാം. ഗേറ്റ് തന്നെ ബന്ദ് ഹോ, ബന്ദ് എന്ന് പറഞ്ഞാൽ അടക്കുക എന്നുള്ളതാണ്. ബന്ദ് ഹോ ജായേഗ അതായത് അടച്ചു പൂട്ടും അല്ലെ അടച്ചിടും എന്നതാണ് അതിന്റെ മീനിങ്. അപ്പോൾ ജൽദി ജാവോ വർണ ഗേറ്റ് ബന്ദ് ഹോ ജായേഗ.
ഇപ്പോൾ വർണ്ണ എന്നുള്ളിടത്ത് നെഹിത്തോ എന്ന് നമ്മൾ ഉപയോഗിക്കാൻ നേരത്തെ പറഞ്ഞു. ജൽദി ജാവോ നെഹിത്തോ ഗേറ്റ് ബന്ദ് ഹോ ജായേഗ. ഈ സെന്റൻസും കറക്റ്റാണ്. അടുത്തത് തള്ളരുത്. ധക്ക ദേനാമത്. ധക്ക എന്ന് പറഞ്ഞാൽ അതായത് നമ്മളെ ഉന്തുക എന്നതിന്റെ തള്ളുക എന്നുള്ളതിന്റെ മീനിങ് ആണത്. ദേന എന്ന് പറഞ്ഞാല് അതായത് കൊടുക്കുക അല്ലെ. ദേനാമത്ത് എന്ന് പറഞ്ഞാല് അതായത് ചെയ്യരുത് എന്നുള്ളതിന്റെ അർത്ഥമാണ്. അപ്പോ ധക്ക ദേന തള്ളുക. ധക്ക ദേന എന്ന് പറഞ്ഞാൽ തള്ളുക. ധക്ക ദേനാമത്ത് എന്ന് പറയുമ്പോ എന്താവും? തള്ളരുത്. അടുത്ത സെന്റൻസ് ശ്രദ്ധിച്ചു പോകണം. സമൽക്കെ ജാന. സമൽക്കെ ജാന. സമൽക്കെ എന്ന് പറഞ്ഞാല് ശ്രദ്ധിക്കുക. ജാന എന്ന് പറഞ്ഞാല് പോകണം. അപ്പൊ സമൽക്കെ ജാന ശ്രദ്ധിച്ച് പോകണം. അടുത്ത സെന്റൻസ് ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. ഞാൻ അവളെ ഒരു പാഠം പഠിപ്പിക്കും. അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ആ സമയത്ത് ഉപയോഗിക്കുന്ന സെന്റൻസ് മേ സബക് സിക്കാവുങ്കി. മേ എന്നുള്ളത് ഞാൻ, സബക്ക് അതായത് പാഠം, സിഖാവുങ്കി പഠിപ്പിക്കും. ഞാൻ ഒരു പാഠം പഠിപ്പിക്കും അവളെ. അതായത് ദേഷ്യം പിടിക്കുന്ന സമയത്ത് പറയുന്ന ഒരു സെന്റൻസ് ആണ് മേ സബക് സിഖാവുങ്കി. ഈ മറ്റൊരു സെന്റൻസ് ആണ് ഇവർ രണ്ടുപേരും എന്താണ് വിചാരിച്ചിട്ടുള്ളത്? ദേഷ്യപ്പെട്ട് പറയുന്നതാട്ടോ. അല്ല, എന്ത് കൂത്താണ് ഇവിടെ നടക്കുന്നത് ഇവർ രണ്ടുപേരും എന്നുള്ളത് നമ്മൾ പറയാറുണ്ടല്ലോ. ആ ഒരു സമയത്ത് ഉപയോഗിക്കുന്ന സെന്റൻസ് ആണ് ക്യാ ലഗാ രഖാ ഹേ ഏ ദോനോ. ക്യാ ലഗാ രഖാ ഹേ ഏ ദോനോ. ക്യാ എന്നാല് എന്താണ്, ലഗാ രഖ അതായത് ധരിച്ചിട്ടുള്ളത് അല്ലെ വിചാരിച്ചിട്ടുള്ളത് എന്നതൊക്കെയാണ് അതിന്റെ മീനിങ്. ഏ ദോനോ ഇവർ രണ്ടുപേരും. ഏ എന്ന് പറഞ്ഞാൽ ഇവർ, ദോനോ രണ്ടുപേരും. ക്യാ ലഗാ രഖാ ഹേ ഏ ദോനോ. പിന്നിലിരുത്തു. പീച്ചെ ബിട്ടാവോ. പീച്ചെ ബിട്ടാവോ. പീച്ചെ എന്ന് പറഞ്ഞാല് പിന്നില്, ബിട്ടാവോ ഇരുത്തു. ഇവിടെ നേരിട്ട് ഒരാളോട് ഇരിക്കാൻ പറയുന്നതല്ല, മറ്റൊരാളെ ഇരുത്താൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഉപയോഗിക്കുന്ന സെന്റൻസ് ആണ്. ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മള് ഇപ്പോ ഒരു അച്ഛന് ബൈക്കുമേ ഇരിക്കുകയാണ്. അപ്പോ തന്റെ ഭാര്യനോട് പറയാണ് മോനെ പിന്നിലിരുത്തു എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഉപയോഗിക്കുന്ന സെന്റൻസ് ആണ്. ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞതാണ്. ഇതേപോലെ വേറെ എന്തും നിങ്ങൾ സങ്കല്പിച്ചിട്ട് പറഞ്ഞു നോക്കട്ടോ. പീച്ചെ ബിട്ടാവോ. ഇനി മറ്റൊരു വേർഡാണ് ഇപ്പൊ കൊണ്ടുവരാം. അതായത് ഒരാള് പറയാണ്, ഇപ്പം അച്ഛൻ വിളിക്കുകയാണ്, ആ ഫോണൊന്ന് കൊണ്ടുവരൂ എന്ന് പറയുമ്പോ മകളോ മകനോ പറയും അച്ഛൻ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം എന്നുള്ള ആ ഒരു സെന്റൻസ് ആണ് ഇവിടെ യോജിക്കുക കേട്ടോ. അഭിലായ. ആ ഒരു ആൺകുട്ടിയാണ് പറയുന്നെങ്കിൽ അഭിലായ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി പറയുന്ന സമയത്ത് അഭിലായി എന്നാണ് ഉപയോഗിക്കേണ്ടത്. അഭി എന്ന് പറഞ്ഞാൽ ഇപ്പോ, ലായ കൊണ്ടുവരാം. ലായി എന്ന് പറയുന്നത് ഒരു പെണ്ണാണ് യൂസ് ചെയ്യുക. ലായ എന്ന് പറയുമ്പോൾ ഒരാണാണ് യൂസ് ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ സെന്റൻസ് 15 സെന്റൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു ക്വിക്ക് റിവിഷൻ പോലെ നമുക്ക് നോക്കിയിട്ട് വരാം. എന്തോ കുഴപ്പമുണ്ട്. കുച്ച് ഗഡ്ബഡ് ഹെ. സമയം കഴിഞ്ഞുപോയി. സമയ് ബീത് ഗയാ. മുമ്പും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പെഹലെ ഐസെ ഹുവാ താ. ഇത് വളരെ അപകടകരമാണ്. യേ ബഹുത്ത് ഖത്തർനാക് ഹെ. ചിരി നിർത്തൂ. ഹസ്ന ബന്ദ് കരോ. അതുവരെ കാത്തിരിക്കും. തബ് തക് റുക്കോ. അവന് സംസാരിക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല. वो बोलने की हालत में नहीं है. ഇനി ഒരു സ്ത്രീയാണ് പറയുന്നതെങ്കിൽ ഈ ഒരു സെന്റൻസ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അടുത്തത് വഴിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ വിളിക്കൂ. രാസ്തേ മേ കുച്ച് ഊഞ്ച നീച്ച ഹോ ജായേ തോ കോൾ കരോ. അല്ലെങ്കിൽ രാസ്തേ മേ കുച്ച് തക്ലീഫ് ഹോ ജായേ തോ കോൾ കരോ. അടുത്ത സെന്റൻസ് വേഗം പോ, ഗേറ്റ് അടച്ചിടും. ജൽദി ജാവോ വർന ഗേറ്റ് ബന്ദ് ഹോ ജായേഗ. ആ സെന്റൻസിൽ നമ്മൾ മറ്റൊരു ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജൽദി ജാവോ നെഹി തോ ഗേറ്റ് ബന്ദ് ഹോ ജായേഗ. അടുത്തത് തള്ളരുത്. ധക്ക ദേനാമത്. ശ്രദ്ധിച്ചു പോകണം. സമൽക്കെ ജാന. ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. മേ സബക് സിഖാവുങ്കി. ഇനി ഇതിൽ ഒരു ആണാണ് പറയുന്നതെങ്കിൽ സബക് സിഖാവുങ്ക എന്നാണ് പറയേണ്ടത്.
സ്ത്രീയാണ് പറയുന്നത്. മേ സബക് സിഖാഊംഗി. ഇനി അടുത്തത്, ഇവർ രണ്ടുപേരും എന്താണ് വിചാരിച്ചിട്ടുള്ളത്, എന്താണ് ധരിച്ചിട്ടുള്ളത്? ക്യാ ലഗാ രക്കാ ഹെ ഏ ദോനോ. അടുത്തത്, പിന്നിൽ പീച്ചെ ബിട്ടാവോ. ഇപ്പൊ കൊണ്ടുവരാം. അബിലായ, സ്ത്രീയാണെങ്കിൽ അബിലായി. സോ അത്രയേ ഉള്ളൂ. 15 സെന്റൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് ഏത് സെന്റൻസ് ആണ് യൂസ്ഫുൾ ആയതെന്ന് കമന്റ് ആയിട്ട് ഇടുക. അപ്പോൾ ഓരോരുത്തർക്കും പഠിച്ചു കഴിഞ്ഞ സെന്റൻസുകൾ ഓരോരുത്തർ ടൈപ്പ് ചെയ്ത് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും കൂടി റിവിഷൻ ചെയ്ത പോലെ ആവുകയും ചെയ്യും. അതുപോലെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയുമായി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.